എന്താ റാണി എന്നെ അതിശയത്തോടെ നോക്കുന്നത്? കൊച്ചുമുതലാളിയുടെ ഭാര്യ ഞങ്ങളുടെ പുരേ വരുമെന്ന് വിചാരിച്ചിരുന്നല്ല. ഞാനും നിങ്ങളെയൊക്കെ പോലെ ഒരു സാധാരണക്കാരിയായിരുന്നു. പിന്നീടാണ് കൊച്ചുമുതലാളിയുടെ ഭാര്യയായത്. കൊച്ചുമുതലാളി അറിഞ്ഞാൽ കുറെ അടിയും ചവിട്ടും കിട്ടും. അതൊരു പുതിയ സംഭവമല്ല. ഇങ്ങോട്ട് വന്നത് സേതു ഞാനും ഒരുമിച്ച് പഠിച്ചതാണ്. സേതു ഇവിടെ വരാറുണ്ടെന്ന് കേട്ടു. എനിക്കൊന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. ഇപ്പോഴിവിടെ ഉണ്ട്. ഭയങ്കര പനിയായിരുന്നു. ഞാൻ ആ വഞ്ചിപ്പുരയിൽ നിന്നും നിർബന്ധിച്ച് വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. സേതുവിനെ ഇനി ആ വഞ്ചിപ്പുരയിലേക്ക് വിടരുത്. ഒറ്റയ്ക്ക് തുറന്ന സ്ഥലത്ത് കിടക്കാൻ ഇടവരരുത്. നല്ല കാര്യം. രാവിലെ പോകാൻ തുടങ്ങിയതാ. ആഹാരം കഴിച്ചിട്ടേ പോകാവൂ എന്ന് നിർബന്ധിച്ചതുകൊണ്ട് അത്രയും സംഭവിച്ചു. വാശിക്കാരനാ. എത്ര പറഞ്ഞാലും അനുസരിക്കില്ല. എനിക്കൊന്ന് കാണണമെന്ന് പറയും. പറയണ്ട, അടുത്തിട്ട് ചെന്നാട്ടെ. പ്രതീക്ഷിച്ചതല്ല. പലപ്പോഴും പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നു. നിമ്മി എന്തിന് ഇവിടെ വന്നു? സേതുവിനെ കാണാൻ. ശരിയായില്ല. തെറ്റായിരിക്കാം. പക്ഷെ ആ തെറ്റ് ചെയ്യേണ്ടി വന്നു. എന്തിന്? 2 കാര്യങ്ങൾ അപേക്ഷിക്കാൻ. അത് രണ്ടും സേതു സമ്മതിക്കണം. നിമ്മി പറയുന്നത് സേതു അനുസരിക്കില്ലേ? ഉറപ്പു പറയാൻ വയ്യ. പഴയ സേതുവല്ല ഞാനിപ്പോൾ. കള്ളനല്ലെങ്കിലും ഒരു കള്ളന്റെ മുരട സ്വഭാവം ഉണ്ടായിപ്പോയി. അത് വെറും പറച്ചിലാണ്. സേതുവിന് കള്ളനാകാൻ സാധിക്കാത്തതുപോലെ തന്നെ മുരടനാകാനും സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പേര് വിളിച്ചപ്പോൾ എന്റെ ഭർത്താവിനെ കുത്താനോങ്ങിയ കത്തി താഴ്ത്തിയതും ആ ശ്രമം ഉപേക്ഷിച്ചതും. അത് പഴയ സേതുവിന്റെ അവസാനത്തെ ദൗർബല്യമായിരുന്നു. ഇനി ആ ദുർബലത വരില്ല. എനിക്കത് മനസ്സിലായി. ഒന്നാമതായി അത് പറയാനാണ് ഞാൻ വന്നത്. എന്റെ ഭർത്താവിനെ കൊല്ലരുത്. എന്റെ ജീവിതം തകർത്തവനോട് ഞാൻ പ്രതികാരം ചെയ്യരുതെന്നോ? സേതുവിന്റെ ജീവിതം തകർന്നിട്ടില്ല. ഒരു ജോലി കണ്ടെത്തണം. സ്നേഹിക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണം. സുഖജീവിതം. നിമ്മിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്താണ്? ആ വഞ്ചിപ്പുറയിലെ താമസം മാറ്റണം. എന്നെ എന്റെ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയിരിക്കുകയാണ്. സേതുവിന് ഈ വീട്ടിൽ കഴിയാമല്ലോ. എന്നോട് സ്നേഹമുള്ളൊരു പെൺകുട്ടിക്ക് ഞാൻ പേരുദോഷം ഉണ്ടായി കൊടുക്കണം. പനിയായി കിടന്നപ്പോൾ അവളുടെ നിർബന്ധത്തിന് വഴങ്ങിയ തന്നെ തെറ്റായിപ്പോയി തോന്നുന്നു. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇനി ഒരിക്കലും അന്തി ഉറങ്ങാൻ ഞാനിവിടെ വരില്ല. ഈ തീരുമാനത്തിന് മാറ്റവുമില്ല. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് സേതുവിന് മനസ്സിലായില്ല. മനസ്സിലായി. നിമ്മിയുടെ ഭർത്താവിനെ പേടിച്ച് ഞാൻ ജീവിക്കണമെന്ന്. ആ ഭയം എനിക്കില്ല. അന്ന് കണ്ട കത്തി ഇന്നും എന്റെ കയ്യിലുണ്ട്. പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നിമ്മിക്ക് പോകാം. ഇനി ഒരിക്കലും എന്നെ കാണാൻ ഇങ്ങോട്ട് വരരുത്. നിമ്മി, എന്നെ കൂടുതൽ വേദനിപ്പിക്കരുത്. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. റാണി സേതുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. ആ സ്നേഹമാണ് സേതുവിനെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത്. 2 കാര്യങ്ങൾ ഞാൻ സേതുവിനോട് ആവശ്യപ്പെട്ടു. നിഷേധിച്ചായിരുന്നു മറുപടി. പക്ഷെ ആ മനുഷ്യന്റെ ഹൃദയം ഞാൻ കണ്ടിട്ടുണ്ട്. പോട്ടെ. അമ്മേ, അമ്മേ, ഇങ്ങോട്ട് വേഗം വാമേ. ഇങ്ങോട്ട് വാമേ. അത് കണ്ടോ, നമ്മുടെ ഏട്ടുകുട്ടമ്പിള്ളയാ. പിരിച്ചുവിട്ടതിന് ശേഷം ഭ്രാന്ത. അങ്ങനെ തന്നെ വേണം. അയാൾ എത്ര എണ്ണത്തിനാ ദ്രോഹിച്ചത്.
നിമ്മി, നീ എവിടെ പോയിരുന്നു? ഞാൻ പോയിട്ട് അവനെ കണ്ടില്ലേ? ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. ആരോട് ചോദിച്ചിട്ട് നീ അവനെ കാണാൻ പോയി? കാണണമെന്ന് തോന്നി, അതുകൊണ്ട് പോയി. എന്തിന്? നിങ്ങളുടെ ജീവന് വേണ്ടി യാചിക്കാൻ. കാമുകനെ കാണാൻ പോയത് ഭർത്താവിനെ രക്ഷിക്കാൻ. ഞാനത് വിശ്വസിക്കണം? വിശ്വസിപ്പിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? നിനക്ക് വേണ്ടി നിന്റെ ഭർത്താവിനെ വിട്ടുതരാമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കണ്ണുനീർ തുടച്ചു കളഞ്ഞായിരിക്കും അല്ലേ? പണമുണ്ടായാൽ മാത്രം പോരാ, അല്പം സംസ്കാരം കൂടെ വേണം. സംസ്കാരം ഉണ്ടാകണമെങ്കിൽ ജയിൽ പുള്ളിയും മോഷ്ടാവുമാകണം. നിർത്തൂ. സേതുവിന്റെ കാൽച്ചുവട്ടിലെ മൺതരികളുടെ വില പോലും ഇല്ലാത്തവനാണ് നിങ്ങൾ. എടി, നിന്നെ നാട്ടിൽ ചവിട്ടിപ്പിഴുതുകളെ. അല്പം കുനിഞ്ഞു വന്നപ്പോ ചവിട്ടി തലയ്ക്ക് മുകളിൽ കയറുകയാണ് അല്ലേ? നീ നോക്കിക്കോ അവന്റെ ഗതി എന്താണ്. കുറ്റുപിള്ളേ, ആ വഞ്ചിപ്പുരക്കകത്താണ് അവൻ കിടന്നുറങ്ങുന്നത്. സൂക്ഷിക്കണം. ഉണർന്നാൽ നിങ്ങളെല്ലാവരെയും അവൻ കുത്തി കൊല്ലും. ഒരു കത്തി അവന്റെ കയ്യിൽ എപ്പോഴും കാണാം. അതുകൊണ്ട് ഉറക്കത്തിൽ തന്നെ തട്ടിയേക്കണം. ശവം കടലിലിറങ്ങിയേക്കുക, മനസ്സിലായോ? ഞങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, ആ കാര്യം ഞങ്ങൾ ഏറ്റു. അതെ ശരി, ഞാൻ ഈ കാറിലിരിക്കാം. ചെല്ല് 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 ചെല്ല്. എന്തായി? കൊന്നു. അവൻ എതിർത്തോ? ഞങ്ങൾ വഞ്ചിപ്പുരയിൽ ചെല്ലുമ്പോൾ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ തന്നെ കുത്തി കൊന്നു. ശവം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ കടലിൽ എറിഞ്ഞു. ഗുഡ്. ഇനി അവൻ എങ്ങനെയാണ് എന്നോട് പ്രതികാരം ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. ഇന്നലെ കൂട്ടുകാരി വന്നിട്ട് പോയതിനു ശേഷം ഒരു മൗനം. മാറ്റത്തിന്റെ മൗനമാണ്. അതല്ലേ ഇന്നലെ ഇവിടെ തന്നെ കിടന്നത്. എന്ന് വെച്ചാൽ ഭ്രാന്തനായ പോലീസുകാരനെ കൊല്ലാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. നിമ്മിയുടെ ഭർത്താവിനെയും കൊല്ലണ്ടാൻ തീരുമാനിച്ചു. എനിക്ക് സന്തോഷമായി. നീ എന്തിനു സന്തോഷിക്കുന്നു? പോലീസുകാരൻ നിന്റെ വരാ. ഷാജി മുതലാളി എന്റെ ആരുമല്ല. എനിക്ക് ദേഷ്യവുമുണ്ട്. ചേട്ടനൊരു കൊലപാതകയാകരുതെന്ന ആഗ്രഹമേ ഉള്ളൂ. ഏതായാലും എനിക്കിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് എന്നെ ഞാൻ നിനക്ക് വിട്ടു വന്നിരിക്കും. നോക്ക്, ഞാൻ അമ്മയെ കാണാൻ പോവാണ്. എനിക്കൊന്ന് കുളിക്കണം. തോർത്തെടുത്തുണ്ട്. ചേട്ടാ, സോപ്പ് വേണ്ടേ? അവിടെ വെച്ചിട്ട് പോയിക്കോ. വെച്ചിട്ട് പോകുന്നില്ല, ഞാൻ പുറത്തേച്ചു തരാം. വേണ്ട വേണ്ട വേണ്ട, അത്തരം പരിപാടികളെല്ലാം കുറെ കഴിഞ്ഞിട്ട് മതി. അങ്ങനെ അവധിക്ക് വയ്ക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്താ പെണ്ണേ, ഇത് പാറയാണ് ഇത്.